وقال الذين لا يرجون لقاءنا لولا أنزل علينا الملائكة أو نرى ربنا لقد استكبروا في أنفسهم وعتوا عتوا كبيرا. നാമുമായി കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്തവർ പറഞ്ഞു, നമുക്ക് മലക്കുകൾ ഇറക്കപ്പെടാത്തതെന്ത്, അല്ലെങ്കിൽ നമ്മുടെ നാഥനെ നാം നേരിൽ കാണാത്തതെന്ത്. അവർ സ്വയം പൊങ്ങച്ചം നടിക്കുകയും കടുത്ത ധിക്കാരം കാട്ടുകയും ചെയ്തിരിക്കുന്നു. യൗമ യറൗനൽ മലായികത ലാ ബുശ്റാ യൗമഇദിൻ ലിൽ മുജ്രിമീന വയഖൂലൂന ഹിജ്റൻ മഹ്ജൂറാ. മലക്കുകളെ അവർ കാണും ദിനം, അന്ന് കുറ്റവാളികൾക്ക് ശുഭവാർത്തയൊന്നുമില്ല. അവരിങ്ങനെ പറയും, കാക്കണേ, തടുക്കണേ. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അപ്പോൾ അവർ പ്രവർത്തിച്ചിരുന്ന കർമ്മങ്ങളുടെ നേരെ നാം തിരിയും, അങ്ങനെ നാം അവയെ ചിതറിയ പൊടിപടലങ്ങളാക്കും. അസ്ഹാബുൽ ജന്നതി യൗമഇദിൻ ഖൈറും മുസ്തഖറൻ വഅഹ്സനു മഖീലാ. സ്വർഗാവകാശികൾ നല്ല വാസസ്ഥലവും ഉത്തമമായ വിശ്രമകേന്ദ്രവും ഉള്ളവരായിരിക്കും. وَيَوْمَ تَشَقَّقُ السَّمَاءُ بِالْغَمَامِ وَنُزِّلَ الْمَلَائِكَةُ تَنزِيلًا. ആകാശം പൊട്ടിപ്പിളർന്ന് മേഘപടലം പുറത്തുവരികയും മലക്കുകളെ കൂട്ടം കൂട്ടമായി ഇറക്കുകയും ചെയ്യുന്ന ദിവസം. അൽമുൽകു യൗമഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ വകാന യൗമൻ അലൽ കാഫിരീന അസീറാ. അന്ന് യഥാർത്ഥ ആധിപത്യം പരമകാരുണികനായ അല്ലാഹുവിനായിരിക്കും. സത്യനിഷേധികൾക്കാണെങ്കിൽ അത് ഏറെ ക്ലേശകരമായ ദിനമായിരിക്കും. വയൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീലാ. അക്രമിയായ മനുഷ്യൻ ഖേദത്താൽ കൈ കടിക്കുന്ന ദിനമാണത്. അന്ന് അയാൾ പറയും, ഹാ കഷ്ടം, ഞാൻ പ്രവാചകനോടൊപ്പം അദ്ദേഹത്തിന്റെ മാർഗം അവലംബിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്റെ നിർഭാഗ്യം, ഞാൻ ഇന്നയാളെ കൂട്ടുകാരനാക്കിയിരുന്നില്ലെങ്കിൽ. ലഖദ് അദല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി വകാന അശ്ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ. എനിക്ക് ഉദ്ബോധനം വന്നെത്തിയ ശേഷം അവൻ എന്നെ അതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞല്ലോ. പിശാച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൊടിയ വഞ്ചകൻ തന്നെ. വഖാല അർ-റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. പ്രവാചകൻ അന്ന് പറയും, നാഥ, എന്റെ ജനം ഈ ഖുർആനിനെ തീർത്തും നിരാകരിച്ചു. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ മിനൽ മുജ്രിമീൻ വകഫാ ബിറബ്ബിക ഹാദിയൻ വനസീറാ. അவ்விധം എല്ലാ പ്രവാചകന്മാർക്കും കുറ്റവാളികളായ ചില ശത്രുക്കളെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. വഴികാട്ടിയായും സഹായിയായും നിന്റെ നാഥൻ തന്നെ മതി. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. സത്യനിഷേധികൾ ചോദിക്കുന്നു, ഇയാൾക്ക് ഈ ഖുർആൻ മുഴുവനും ഒന്നിച്ച് ഒരേ സമയം ഇറക്കിക്കൊടുക്കാത്തതെന്ത്? എന്നാൽ അത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താനാണിത്. നാം ഇത് ഇടവിട്ട് പല തവണയായി ഓതി കേൾപ്പിക്കുന്നു. ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا. അവർ ഏതൊരു പ്രശ്നവുമായി നിന്നെ സമീപിക്കുകയാണെങ്കിലും അവയ്ക്കെല്ലാം ശക്തമായ ന്യായവും വ്യക്തമായ വിശദീകരണവും
നിനക്ക് നാം എത്തിച്ചു തരാതിരിക്കില്ല. الذين يحشرون على وجوههم إلى جهنم أولئك شر مكانا وأضل سبيلا. മുഖം കുത്തി നരകത്തീയിലേക്ക് തള്ളപ്പെടുന്നവരാണ് ഏറ്റവും നീചാവസ്ഥയിലുള്ളവർ, അങ്ങേയറ്റം പിഴച്ചവരും അവർ തന്നെ. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ وَجَعَلْنَا مَعَهُ أَخَاهُ هَارُونَ وَزِيرًا. മൂസാക്ക് നാം വേദപുസ്തകം നൽകി, അദ്ദേഹത്തോടൊപ്പം സഹോദരൻ ഹാറൂനെ സഹായിയായി നിശ്ചയിച്ചു. فَقُلْنَا اذْهَبَا إِلَى الْقَوْمِ الَّذِينَ كَذَّبُوا بِآيَاتِنَا فَدَمَّرْنَاهُمْ تَدْمِيرًا. എന്നിട്ട് നാം പറഞ്ഞു, നിങ്ങൾ ഇരുവരും പോകൂ നമ്മുടെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞ ജനത്തിന്റെ അടുത്തേക്ക്. അങ്ങനെ നാം അവരെ തകർത്തു തരിപ്പണമാക്കി. وقوم نوح لما كذبوا الرسل أغرقناهم وجعلناهم للناس آية وأعتدنا للظالمين عذابا أليما. നൂഹിന്റെ ജനതയെയും നാം അതുതന്നെ ചെയ്തു. അവർ ദൈവദൂതന്മാരെ കള്ളമാക്കി തള്ളി. അപ്പോൾ നാം അവരെ മുക്കിക്കൊന്നു. അങ്ങനെ നാം അവരെ ജനങ്ങൾക്ക് ഒരു അടയാളമാക്കി. അക്രമികൾക്ക് നാം നോവേറിയ ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ട്. وعادا وثمود وأصحاب الرس وقرونا بين ذلك كثيرا. ആദ്, സമൂദ്, റസ്സുകാർ, അതിനിടയിലെ നിരവധി തലമുറകൾ, എല്ലാവരെയും നാം നശിപ്പിച്ചു. وكلا ضربنا له الأمثال وكلا تبرنا تتبيرا. എല്ലാവർക്കും നാം മുൻഗാമികളുടെ ജീവിതാനുഭവങ്ങൾ വിവരിച്ചു കൊടുത്തിരുന്നു. അവസാനം അവരെയൊക്കെ നാം തകർത്തു തരിപ്പണമാക്കി. ولقد أتوا على القرية التي أمطرت مطر السوء أفلم يكونوا يرونها بل كانوا لا يرجون نشورا. വിപത്തിന്റെ മഴ പെയ്തിറങ്ങിയ ആ നാട്ടിലൂടെയും ഇവർ കടന്നുപോയിട്ടുണ്ട്. എന്നിട്ടും ഇവരിതൊന്നും കണ്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ അവർ ഉയിർത്തെഴുന്നേൽപ്പ് ഒട്ടും പ്രതീക്ഷിക്കാത്തവരായിരുന്നു. وَإِذَا رَأَوْكَ إِن يَتَّخِذُونَكَ إِلَّا هُزُوًا أَهَذَا الَّذِي بَعَثَ اللَّهُ رَسُولًا. നിന്നെ കാണുമ്പോഴെല്ലാം ഇക്കൂട്ടർ നിന്നെ പുച്ഛിക്കുകയാണല്ലോ. അവർ ചോദിക്കുന്നു, ഇയാളെയാണോ ദൈവം തന്റെ ദൂതനായി അയച്ചത്? إِن كَادَ لَيُضِلُّنَا عَنْ آلِهَتِنَا لَوْلَا أَن صَبَرْنَا عَلَيْهَا وَسَوْفَ يَعْلَمُونَ حِينَ يَرَوْنَ الْعَذَابَ مَنْ أَضَلُّ سَبِيلًا. നമ്മുടെ ദൈവങ്ങളിലെ വിശ്വാസത്തിൽ നാം ക്ഷമയോടെ ഉറച്ചു നിന്നിരുന്നില്ലെങ്കിൽ അവയിൽ നിന്ന് ഇവൻ നമ്മെ തെറ്റിച്ചു കളയുമായിരുന്നു. എന്നാൽ ശിക്ഷ നേരിൽ കാണുന്നേരം അവർ തിരിച്ചറിയും ഏറ്റവും വഴിപിഴച്ചവർ ആരെന്ന്. أَرَأَيْتَ مَنِ اتَّخَذَ إِلَٰهَهُ هَوَاهُ أَفَأَنتَ تَكُونُ عَلَيْهِ وَكِيلًا. തന്റെ ദേഹേച്ഛയെ ദൈവമാക്കിയവനെ നീ കണ്ടോ? എന്നിട്ടും അവനെ നേർവഴിയിലാക്കുന്ന ബാധ്യത നീ ഏൽക്കുകയോ? أَمْ تَحْسَبُ أَنَّ أَكْثَرَهُمْ يَسْمَعُونَ أَوْ يَعْقِلُونَ إِنْ هُمْ إِلَّا كَالْأَنْعَامِ بَلْ هُمْ أَضَلُّ سَبِيلًا. അല്ല, നീ കരുതുന്നുണ്ടോ അവരിലേറെ പേരും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുവെന്ന്? എന്നാൽ അവർ കന്നുകാലികളെപ്പോലെയാണ്. അല്ല, അവയേക്കാളും പിഴച്ചവരാണ്. أَلَمْ تَرَ إِلَى رَبِّكَ كَيْفَ مَدَّ الظِّلَّ وَلَوْ شَاءَ لَجَعَلَهُ سَاكِنًا ثُمَّ جَعَلْنَا الشَّمْسَ عَلَيْهِ دَلِيلًا. നിന്റെ നാഥനെക്കുറിച്ച് നീ ആലോചിച്ചു നോക്കിയിട്ടില്ലേ? എങ്ങനെയാണവൻ നിഴലിനെ നീട്ടിയിട്ടുകൊണ്ടിരിക്കുന്നതെന്ന്? അവൻ ഇച്ഛിച്ചിരുന്നെങ്കിൽ അതിനെ അവൻ
ഒരേ സ്ഥലത്തു തന്നെ നിശ്ചലമാക്കുമായിരുന്നു. സൂര്യനെ നാം നിഴലിന് വഴികാട്ടിയാക്കി. ثم قبضناه إلينا قبضا يسيرا. പിന്നെ നാം ആ നിഴലിനെ അല്പാൽപമായി നമ്മുടെ അടുത്തേക്ക് ചുരുക്കിക്കൊണ്ടുവരുന്നു. وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا. അവനാണ് നിങ്ങൾക്ക് രാവിനെ വസ്ത്രമാക്കിയത്, ഉറക്കത്തെ വിശ്രമാവസരവും പകലിനെ ഉണർവ് വേളയുമാക്കിയതും അവൻ തന്നെ. وهو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا. തന്റെ അനുഗ്രഹത്തിന്റെ മുന്നോടിയായി ശുഭസൂചനയോടെ കാറ്റുകളെ അയച്ചവനും അവനാണ്. മാനത്തുനിന്ന് നാം ശുദ്ധമായ വെള്ളമിറക്കി. لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأناسيا كثيرا. അതുവഴി ചത്ത നാടിനെ ചൈതന്യമുള്ളതാക്കാൻ നാം സൃഷ്ടിച്ച ഒട്ടുവളരെ കന്നുകാലികളെയും മനുഷ്യരെയും കുടിപ്പിക്കാനും. وَلَقَدْ صَرَّفْنَاهُ بَيْنَهُمْ لِيَذَّكَّرُوا فَأَبَى أَكْثَرُ النَّاسِ إِلَّا كُفُورًا. നാം അത് അവർക്കിടയിൽ വിതരണം ചെയ്തു, അവർ ചിന്തിച്ചറിയാൻ. എന്നാൽ ജനങ്ങളിലേറെ പേരും നന്ദികേടു കാട്ടാനാണ് ഒരുമ്പെട്ടത്. وَلَوْ شِئْنَا لَبَعَثْنَا فِي كُلِّ قَرْيَةٍ نَذِيرًا. നാം ഇച്ഛിച്ചിരുന്നുവെങ്കിൽ ഓരോ നാട്ടിലും നാം ഓരോ താക്കീതുകാരനെ നിയോഗിക്കുമായിരുന്നു. فَلَا تُطِعِ الْكَافِرِينَ وَجَاهِدْهُم بِهِ جِهَادًا كَبِيرًا. അതിനാൽ നീ സത്യനിഷേധികളെ അനുസരിക്കരുത്. ഈ ഖുർആൻ ഉപയോഗിച്ച് നീ അവരോട് ശക്തമായി സമരം ചെയ്യുക. وهو الذي مرج البحرين هذا عذب فرات وهذا ملح أجاج وجعل بينهما برزخا وحجرا محجورا. രണ്ട് സമുദ്രങ്ങളെ സംയോജിപ്പിച്ചതും അവനാണ്. ഒന്നിൽ ശുദ്ധമായ തെളിനീരാണ്, രണ്ടാമത്തതിൽ ചവർപ്പുള്ള ഉപ്പുവെള്ളവും. അവ രണ്ടിനുമിടയിൽ അവനൊരു മറയുണ്ടാക്കിയിരിക്കുന്നു, ശക്തമായ തടസ്സവും. وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا. വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനും അവനാണ്. അങ്ങനെ അവനെ രക്തബന്ധവും വിവാഹബന്ധവുമുള്ളവനാക്കി. നിന്റെ നാഥൻ എല്ലാറ്റിനും കഴിവുറ്റവനാണ്. ويعبدون من دون الله ما لا ينفعهم ولا يضرهم وكان الكافر على ربه ظهيرا. അല്ലാഹുവെ വിട്ട് തങ്ങൾക്ക് ഗുണമോ ദോഷമോ ചെയ്യാത്ത പലതിനെയും അവർ പൂജിച്ചുകൊണ്ടിരിക്കുന്നു. സത്യനിഷേധി തന്റെ നാഥനെതിരെ എല്ലാ ദുശക്തികളെയും സഹായിക്കുന്നവനാണ്. وما أرسلناك إلا مبشرا ونذيرا. ശുഭവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. قل ما أسألكم عليه من أجر إلا من شاء أن يتخذ إلى ربه سبيلا. പറയുക, ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. ആരെങ്കിലും തന്റെ നാഥനിലേക്കുള്ള വഴി അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്ന് മാത്രം. وتوكل على الحي الذي لا يموت وسبح بحمده وكفى به بذنوب عباده خبيرا. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അല്ലാഹ്, ഒരിക്കലും മരിക്കാത്തവനും. അവനിൽ ഭരമേൽപ്പിക്കുക, അവന്റെ വിശുദ്ധി വാഴ്ത്തുക, അവനെ കീർത്തിക്കുക.
തന്റെ ദാസന്മാരുടെ പാപങ്ങളെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനായി അവൻ തന്നെ മതി. الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش الرحمن فاسأل به خبيرا. ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും 6 ദിനം കൊണ്ട് സൃഷ്ടിച്ചവനാണവൻ. പിന്നെ അവൻ സിംഹാസനസ്ഥനായി. പരമകാരുണികനാണവൻ. അവനെപ്പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവരോട് ചോദിച്ചു നോക്കൂ. وَإِذَا قِيلَ لَهُمُ اسْجُدُوا لِلرَّحْمَنِ قَالُوا وَمَا الرَّحْمَنُ أَنَسْجُدُ لِمَا تَأْمُرُنَا وَزَادَهُمْ نُفُورًا. ആ പരമകാരുണികന് സുജൂദ് ചെയ്യൂ എന്ന് അവരോട് പറഞ്ഞാൽ അവർ ചോദിക്കും, എന്താണ് ഈ പരമകാരുണികനെന്ന് പറഞ്ഞാൽ? നീ പറയുന്നവർക്കൊക്കെ ഞങ്ങൾ സുജൂദ് ചെയ്യണമെന്നോ? അങ്ങനെ സത്യപ്രബോധനം അവരുടെ അകൽച്ചയും വെറുപ്പും വർദ്ധിപ്പിക്കുകയാണുണ്ടായത്. തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജൻ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. ആകാശത്ത് നക്ഷത്രപഥങ്ങളുണ്ടാക്കിയവൻ ഏറെ അനുഗ്രഹമുള്ളവൻ തന്നെ. അതിലവൻ ജ്വലിക്കുന്ന വിളക്ക് സ്ഥാപിച്ചിരിക്കുന്നു, പ്രകാശിക്കുന്ന ചന്ദ്രൻ. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. രാപ്പകലുകൾ മാറി മാറി വരും വിധമാക്കിയവനും അവൻ തന്നെ. ചിന്തിച്ചറിയാനോ നന്ദി കാണിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇതൊക്കെയും ഒരുക്കിയത്. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. പരമകാരുണികനായ അല്ലാഹുവിന്റെ ദാസന്മാർ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ്. അവിവേകികൾ വാദകോലാഹലത്തിന് വന്നാൽ നിങ്ങൾക്കു സമാധാനം എന്ന് മാത്രം പറഞ്ഞൊഴിയുന്നവരാണവർ. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. സുജൂദ് ചെയ്തും നിന്ന് പ്രാർത്ഥിച്ചും തങ്ങളുടെ നാഥന്റെ മുമ്പിൽ രാത്രി കഴിച്ചുകൂട്ടുന്നവരും. വല്ലദീന യഖൂലൂന റബ്ബന അസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് നീ നരകശിക്ഷയെ തട്ടി നീക്കേണമേ. തീർച്ചയായും അതിന്റെ ശിക്ഷ വിട്ടൊഴിയാത്തതു തന്നെ. ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അത് ഏറ്റം ചീത്തയായ താവളവും മോശമായ പാർപ്പിടവുമത്രേ. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ചെലവഴിക്കുമ്പോൾ അവർ പരിധി വിടുകയില്ല, പിശുക്ക് കാട്ടുകയുമില്ല. രണ്ടിനുമിടയ്ക്ക് മിതമാർഗം സ്വീകരിക്കുന്നവരാണവർ. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. അല്ലാഹുവോടൊപ്പം മറ്റു ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവരുമാണവർ. അല്ലാഹു ആദരണീയമാക്കിയ ജീവനെ ന്യായമായ കാരണത്താലല്ലാതെ ഹനിക്കാത്തവരും വ്യഭിചരിക്കാത്തവരുമാണ്. ഇക്കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ അതിന്റെ പാപഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദ് ഫീഹി മുഹാനാ. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അവന് ഇരട്ടി ശിക്ഷ കിട്ടും. അവനതിൽ നിന്ദിതനായി എന്നെന്നും കഴിയേണ്ടിവരും. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലു അല്ലാഹു സയ്യിആതിഹിം ഹസനാത്
وكان الله غفورا رحيما. പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ അത്തരക്കാരുടെ തിന്മകൾ അല്ലാഹു നന്മകളാക്കി മാറ്റും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാണ്. ومن تاب وعمل صالحا فإنه يتوب إلى الله متابا. ആരെങ്കിലും പശ്ചാത്തപിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയുമാണെങ്കിൽ അവൻ അല്ലാഹുവിങ്കലേക്ക് യഥാവിധി മടങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. കള്ളസാക്ഷ്യം പറയാത്തവരാണവർ. അനാവശ്യം നടക്കുന്നിടത്തോടെ പോകേണ്ടി വന്നാൽ അതിലിടപെടാതെ മാന്യമായി കടന്നു പോകുന്നവരും. والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. തങ്ങളുടെ നാഥന്റെ വചനങ്ങളിലൂടെ ഉദ്ബോധനം നൽകിയാൽ ബധിരരും അന്ധരുമായി അതിന്മേൽ വീഴാത്തവരും. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരുമാണ്: ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്കു നീ കൺകുളിർമ നൽകണമേ. ഭക്തി പുലർത്തുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കണമേ. أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما. അത്തരക്കാർക്ക് തങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾ പ്രതിഫലമായി നൽകും. അഭിവാദ്യത്തോടെയും സമാധാനാശംസകളോടെയുമാണ് അവരെ അവിടെ സ്വീകരിക്കുക. ഖാലിദീന ഫീഹാ ഹസുനത് മുസ്തഖറൻ വമുഖാമാ. അവരവിടെ നിത്യവാസികളായിരിക്കും. എത്ര നല്ല താവളം, എത്ര നല്ല വാസസ്ഥലം. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. പറയുക, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്റെ നാഥൻ നിങ്ങളെ ഒട്ടും പരിഗണിക്കുകയില്ല. നിങ്ങൾ അവനെ നിഷേധിച്ച് തള്ളിയിരിക്കുകയാണല്ലോ. അതിനാൽ അതിനുള്ള ശിക്ഷ അടുത്തു തന്നെ അനിവാര്യമായും ഉണ്ടാകും. അധ്യായം 26. അശ്ശുഅറാ. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 227. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ത്വാസീം മീം. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. ത്വാസീൻ മീം. ഇത് സുവ്യക്തമായ വേദപുസ്തകത്തിലെ വചനങ്ങളാണ്. ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനൂ മുഅ്മിനീൻ. അവർ വിശ്വാസികളായില്ലല്ലോ എന്നോർത്ത് ദുഃഖിതനായി നീ നിന്റെ ജീവൻ ഒടുക്കിയേക്കാം. ഇന്നശഅ നുനസ്സിൽ അലൈഹിം മിനസ് സമാഇ ആയതൻ ഫളല്ലത് അഅനാഖുഹും ലഹാ ഖാദിഈൻ. നാം ഇച്ഛിക്കുകയാണെങ്കിൽ അവർക്ക് നാം മാനത്തുനിന്ന് ഒരു ദൃഷ്ടാന്തം ഇറക്കിക്കൊടുക്കും. അപ്പോൾ അവരുടെ പിരടികൾ അതിന് വിധേയമായിത്തീരും. വമാ യഅതീഹിം മിൻ ദിക്രിൻ മിനർ റഹ്മാനി മുഹ്ദസിൻ ഇല്ലാ കാനൂ അൻഹു മുഅ്രിദീൻ. പരമകാരുണികനായ അല്ലാഹുവിൽ നിന്ന് പുതുതായി ഏതൊരു ഉദ്ബോധനം വന്നെത്തുമ്പോഴും അവരതിനെ അപ്പാടെ അവഗണിക്കുകയാണ്. ഫഖദ് കദ്ദബൂ ഫസയഅതീഹിം അൻബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഇപ്പോഴവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. എന്നാൽ അവർ പുച്ഛിച്ചു തള്ളിക്കളയുന്നതിൻ്റെ നിജസ്ഥിതി
വൈകാതെ തന്നെ അവർക്ക് വന്നെത്തും. أولم يروا إلى الأرض كم أنبتنا فيها من كل زوج كريم. അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? എത്രയേറെ വൈവിധ്യപൂർണമായ നല്ല ഇനം സസ്യങ്ങളെയാണ് നാം അതിൽ മുളപ്പിച്ചിരിക്കുന്നത്. إن في ذلك لآية وما كان أكثرهم مؤمنين. തീർച്ചയായും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ടും അവരിലേറെ പേരും വിശ്വാസികളായില്ല. وإن ربك لهو العزيز الرحيم. നിന്റെ നാഥൻ തന്നെയാണ് പ്രതാപിയും പരമകാരുണികനും. وإذ نادى ربك موسى أن ائت القوم الظالمين. നിന്റെ നാഥൻ മൂസായെ വിളിച്ചു പറഞ്ഞ സന്ദർഭം, നീ അക്രമികളായ ആ ജനങ്ങളിലേക്ക് പോവുക. قوم فرعون ألا يتقون. ഫിർഔന്റെ ജനത്തിലേക്ക്. എന്നിട്ട് ചോദിക്കൂ, അവർ സൂക്ഷ്മത പാലിക്കുന്നില്ലേ എന്ന്. قال رب إني أخاف أن يكذبون. മൂസ പറഞ്ഞു, എന്റെ നാഥ, അവരെന്നെ തള്ളിപ്പറയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ويضيق صدري ولا ينطلق لساني فأرسل إلى هارون. എന്റെ ഹൃദയം ഞെരുങ്ങിപ്പോകുന്നു, എന്റെ നാവിന് സംസാര സാമർഥ്യമില്ല. അതിനാൽ നീ ഹാറൂന് സന്ദേശമയച്ചാലും. ولهم علي ذنب فأخاف أن يقتلون. അവർക്കാണെങ്കിൽ എന്റെ പേരിൽ ഒരു കുറ്റാരോപണവുമുണ്ട്. അതിനാൽ അവരെന്നെ കൊന്നുകളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. قال كلا فاذهبا بآياتنا إنا معكم مستمعون. അല്ലാഹു പറഞ്ഞു, ഒരിക്കലുമില്ല. അതിനാൽ നിങ്ങളിരുവരും നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി പോവുക. തീർച്ചയായും നിങ്ങളോടൊപ്പം എല്ലാം കേൾക്കുന്നവനായി നാമുണ്ട്. فأتيا فرعون فقولا إنا رسول رب العالمين. അങ്ങനെ നിങ്ങളിരുവരും ഫിർഔന്റെ അടുത്ത് ചെന്ന് പറയുക, തീർച്ചയായും ഞങ്ങൾ പ്രപഞ്ചനാഥന്റെ ദൂതന്മാരാണ്. أن أرسل معنا بني إسرائيل. ഇസ്രയേൽ മക്കളെ ഞങ്ങളോടൊപ്പം അയക്കണമെന്നതാണ് ദൈവശാസന. قال ألم نربك فينا وليدا ولبثت فينا من عمرك سنين. ഫിർഔൻ പറഞ്ഞു, കുട്ടിയായിരിക്കെ ഞങ്ങൾ നിന്നെ ഞങ്ങളോടൊപ്പം വളർത്തിയില്ലേ? നിന്റെ ആയുസ്സിൽ കുറെ കാലം ഞങ്ങളോടൊപ്പമാണല്ലോ നീ കഴിച്ചുകൂട്ടിയത്. وفعلت فعلتك التي فعلت وأنت من الكافرين. പിന്നെ നീ ചെയ്ത ആ കൃത്യം നീ ചെയ്തിട്ടുമുണ്ട്. നീ തീരെ നന്ദികെട്ടവൻ തന്നെ. قال فعلتها إذا وأنا من الضالين. മൂസ പറഞ്ഞു, അന്ന് ഞാനത് അറിവില്ലായ്മയാൽ ചെയ്തതായിരുന്നു. ففررت منكم لما خفتكم فوهب لي ربي حكما وجعلني من المرسلين. അങ്ങനെ നിങ്ങളെപ്പറ്റി പേടി തോന്നിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒളിച്ചോടി. പിന്നീട് എന്റെ നാഥൻ എനിക്ക് യുക്തിജ്ഞാനം നൽകി. അവൻ എന്നെ തന്റെ ദൂതന്മാരിലൊരുവനാക്കി. وتلك نعمة تمنها علي أن عبدت بني إسرائيل. എനിക്ക് ചെയ്തു തന്നതായി നീ എടുത്തു കാണിച്ച ആ അനുഗ്രഹം ഇസ്രായേൽ മക്കളെ നീ അടിമകളാക്കി വച്ചതിനാൽ സംഭവിച്ചതാണ്. قال فرعون وما رب العالمين. ഫിർഔൻ ചോദിച്ചു, എന്താണ് ഈ ലോകരക്ഷിതാവെന്നത്? قال رب السماوات والأرض وما بينهما إن كنتم موقنين.
മൂസ പറഞ്ഞു, ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളവയുടെയും സംരക്ഷകൻ തന്നെ. നിങ്ങൾ കാര്യം മനസ്സിലാകുന്നവരാണെങ്കിൽ ഇത് ബോധ്യമാകും. قال لمن حوله ألا تستمعون ഫിർഔൻ തന്റെ ചുറ്റുമുള്ളവരോട് ചോദിച്ചു, നിങ്ങൾ കേൾക്കുന്നില്ലേ? قال ربكم ورب آبائكم الأولين മൂസ പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവാണത്, നിങ്ങളുടെ പൂർവപിതാക്കളുടെയും രക്ഷിതാവ്. قال إن رسولكم الذي أرسل إليكم لمجنون ഫിർഔൻ പറഞ്ഞു, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട നിങ്ങളുടെ ഈ ദൈവദൂതൻ ഒരു മുഴുഭ്രാന്തൻ തന്നെ, സംശയം വേണ്ട. قال رب المشرق والمغرب وما بينهما إن كنتم تعقلون മൂസ പറഞ്ഞു, ഉദയസ്ഥാനത്തിന്റെയും അസ്തമയസ്ഥാനത്തിന്റെയും അവയ്ക്കിടയിലുള്ളവയുടെയും രക്ഷിതാവാണവൻ. നിങ്ങൾ ചിന്തിച്ചറിയുന്നവരെങ്കിൽ ഇത് മനസ്സിലാകും. قال لئن اتخذت إلها غيري لأجعلنك من المسجونين ഫിർഔൻ പറഞ്ഞു, ഞാനല്ലാത്ത ഒരു ദൈവത്തെ നീ സ്വീകരിക്കുകയാണെങ്കിൽ നിശ്ചയമായും നിന്നെ ഞാൻ ജയിലിലടയ്ക്കും. قال أولو جئتك بشيء مبين മൂസ ചോദിച്ചു, ഞാൻ താങ്കളുടെ അടുത്ത് വ്യക്തമായ വല്ല തെളിവും കൊണ്ടുവന്നാലും? قال فأت به إن كنت من الصادقين ഫിർഔൻ പറഞ്ഞു, എങ്കിൽ നീ അതിങ്ങ് കൊണ്ടുവരിക, നീ സത്യവാനെങ്കിൽ. فألقى عصاه فإذا هي ثعبان مبين അപ്പോൾ മൂസ തന്റെ വടി താഴെയിട്ടു. ഉടനെ അതാ അത് ശരിക്കും ഒരു പാമ്പായി മാറുന്നു. ونزع يده فإذا هي بيضاء للناظرين അദ്ദേഹം തന്റെ കൈ കക്ഷത്തുനിന്ന് പുറത്തെടുത്തു. അപ്പോഴതാ അത് കാണികൾക്കൊക്കെ തിളങ്ങുന്നതായിത്തീരുന്നു. قال للملأ حوله إن هذا لساحر عليم ഫിർഔൻ തന്റെ ചുറ്റുമുള്ള പ്രമാണിമാരോട് പറഞ്ഞു, സംശയമില്ല, ഇവൻ ഒരു പഠിച്ച ജാലവിദ്യക്കാരൻ തന്നെ. يريد أن يخرجكم من أرضكم بسحره فماذا تأمرون തന്റെ ജാലവിദ്യയിലൂടെ നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറന്തള്ളാനാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ നിങ്ങൾക്കെന്തു നിർദ്ദേശമാണ് നൽകാനുള്ളത്? قالوا أرجه وأخاه وابعث في المدائن حاشرين അവർ പറഞ്ഞു, ഇവന്റെയും ഇവന്റെ സഹോദരന്റെയും കാര്യം ഇത്തിരി നീട്ടിവെക്കുക. എന്നിട്ട് ആളുകളെ വിളിച്ചുകൂട്ടാൻ നഗരങ്ങളിലേക്ക് ദൂതന്മാരെ നിയോഗിക്കുക. يأتوك بكل سحار عليم സമർത്ഥരായ സകല ജാലവിദ്യക്കാരെയും അവർ അങ്ങയുടെ അടുത്ത് വിളിച്ചു ചേർക്കട്ടെ. فجمع السحرة لميقات يوم معلوم അങ്ങനെ ഒരു നിശ്ചിത ദിവസം നിശ്ചിത സമയത്ത് ജാലവിദ്യക്കാരെയൊക്കെ ഒരുമിച്ചു കൂട്ടി. وقيل للناس هل أنتم مجتمعون ഫിർഔൻ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളെല്ലാം ഇവിടെ ഒത്തുകൂടുന്നുണ്ടല്ലോ. لعلنا نتبع السحرة إن كانوا هم الغالبين ജാലവിദ്യക്കാരാണ് വിജയിക്കുന്നതെങ്കിൽ നമുക്കവരോടൊപ്പം ചേരാം. فلما جاء السحرة قالوا لفرعون أئن لنا لأجرا إن كنا نحن الغالبين അങ്ങനെ ജാലവിദ്യക്കാർ വന്നു. അവർ ഫിർഔനോട് ചോദിച്ചു, ഞങ്ങളാണ് വിജയിക്കുന്നതെങ്കിൽ ഉറപ്പായും ഞങ്ങൾക്ക് നല്ല പ്രതിഫലമുണ്ടാവില്ലേ? قال نعم وإنكم إذا لمن المقربين ഫിർഔൻ പറഞ്ഞു, അതെ, ഉറപ്പായും നിങ്ങളപ്പോൾ നമ്മുടെ അടുത്ത ആളുകളായിരിക്കും. قال لهم
موسى ألقوا ما أنتم ملقون മൂസ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എറിയാനുള്ളത് എറിഞ്ഞുകൊള്ളുക. فألقوا حبالهم وعصيهم وقالوا بعزة فرعون إنا لنحن الغالبون അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കയറുകളും വടികളും നിലത്തിട്ടു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഫിർഔന്റെ പ്രതാപത്താൽ തീർച്ചയായും ഞങ്ങൾ തന്നെയായിരിക്കും വിജയികൾ. فألقى موسى عصاه فإذا هي تلقف ما يأفكون പിന്നെ മൂസ തന്റെ വടി നിലത്തിട്ടു. ഉടനെ അത് അവരുടെ വ്യാജനിർമ്മിതികളെയൊക്കെ വിഴുങ്ങിക്കളഞ്ഞു. فألقي السحرة ساجدين അതോടെ ജാലവിദ്യക്കാരെല്ലാം സുജൂദ് ചെയ്ത് നിലത്ത് വീണു. قالوا آمنا برب العالمين അവർ പറഞ്ഞു, ഞങ്ങൾ പ്രപഞ്ചനാഥനിൽ വിശ്വസിച്ചിരിക്കുന്നു. رب موسى وهارون മൂസായുടെയും ഹാറൂന്റെയും നാഥനിൽ. قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلسوف تعلمون لأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم أجمعين ഫിർഔൻ പറഞ്ഞു, ഞാൻ അനുവാദം തരും മുമ്പേ നിങ്ങൾ അവനിൽ വിശ്വസിച്ചുവെന്നു. തീർച്ചയായും നിങ്ങളെ ജാലവിദ്യ പഠിപ്പിച്ച നിങ്ങളുടെ തലവനാണിവൻ. ഇതിന്റെ ഫലം ഇപ്പോൾ തന്നെ നിങ്ങൾ അറിയും. ഞാൻ നിങ്ങളുടെ കൈകാലുകൾ എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയും. തീർച്ച നിങ്ങളെയൊക്കെ ഞാൻ കുരിശിൽ തറക്കും. قالوا لا ضير إنا إلى ربنا منقلبون അവർ പറഞ്ഞു, വിരോധമില്ല, ഞങ്ങൾ ഞങ്ങളുടെ നാഥനിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. إنا نطمع أن يغفر لنا ربنا خطايانا أن كنا أول المؤمنين ഫിർഔന്റെ അനുയായികളിൽ ആദ്യം വിശ്വസിക്കുന്നവർ ഞങ്ങളാണ്. അതിനാൽ ഞങ്ങളുടെ നാഥൻ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. وأوحينا إلى موسى أن أسر بعبادي إنكم متبعون മൂസാക്കു നാം ബോധനം നൽകി, എന്റെ ദാസന്മാരെയും കൂട്ടി രാത്രി തന്നെ പുറപ്പെട്ടുകൊള്ളുക. തീർച്ചയായും അവർ നിങ്ങളെ പിന്തുടരും. فأرسل فرعون في المدائن حاشرين അപ്പോൾ ഫിർഔൻ ആളുകളെ ഒരുമിച്ചു കൂട്ടാൻ പട്ടണങ്ങളിലേക്ക് ദൂതന്മാരെ അയച്ചു. إن هؤلاء لشرذمة قليلون ഫിർഔൻ പറഞ്ഞു, തീർച്ചയായും ഇവർ ഏതാനും പേരുടെ ഒരു ചെറു സംഘമാണ്. وإنهم لنا لغائظون അവർ നമ്മെ വല്ലാതെ കോപാകുലരാക്കിയിരിക്കുന്നു. وإنا لجميع حاذرون തീർച്ചയായും നമ്മളൊക്കെയും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. فأخرجناهم من جنات وعيون അങ്ങനെ നാം അവരെ തോട്ടങ്ങളിൽ നിന്നും നീരുറവകളിൽ നിന്നും പുറത്തിറക്കി. وكنوز ومقام كريم ഖജനാവുകളിൽ നിന്നും മാന്യമായ പാർപ്പിടങ്ങളിൽ നിന്നും. كذلك وأورثناها بني إسرائيل അങ്ങനെയാണ് നാം ചെയ്യുക. അവയൊക്കെ ഇസ്രായേൽ മക്കൾക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. فأتبعوهم مشرقين പിന്നീട് പ്രഭാതവേളയിൽ ആ ജനം ഇവരെ പിന്തുടർന്നു. فلما تراءى
الجمعان قال أصحاب موسى إنا لمدركون. ഇരുസംഘവും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മൂസായുടെ അനുയായികൾ പറഞ്ഞു, ഉറപ്പായും നാം ഇതാ പിടികൂടപ്പെടാൻ പോവുകയാണ്. قال كلا إن معي ربي سيهدين. മൂസ പറഞ്ഞു, ഒരിക്കലുമില്ല, എന്നോടൊപ്പം എന്റെ നാഥനുണ്ട്, അവൻ എനിക്ക് രക്ഷാമാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും. فأوحينا إلى موسى أن اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم. അപ്പോൾ മൂസാക്കു നാം ബോധനം നൽകി, നീ നിന്റെ വടികൊണ്ട് കടലിനെ അടിക്കുക. അതോടെ കടൽ പിളർന്നു, ഇരുപുറവും പടുകൂറ്റൻ പർവ്വതം പോലെയായി. وأزلفنا ثم الآخرين. ഫിർഔനെയും സംഘത്തെയും നാം അതിന്റെ അടുത്തെത്തിച്ചു. وأنجينا موسى ومن معه أجمعين. മൂസായെയും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന എല്ലാവരെയും നാം രക്ഷപ്പെടുത്തി. ثم أغرقنا الآخرين. പിന്നെ മറ്റുള്ളവരെ വെള്ളത്തിലാഴ്ത്തിക്കൊന്നു. إن في ذلك لآية وما كان أكثرهم مؤمنين. തീർച്ചയായും ഇതിൽ വലിയ ഗുണപാഠമുണ്ട്, എന്നിട്ടും അവരിലേറെ പേരും വിശ്വസിക്കുന്നവരായില്ല. وإن ربك لهو العزيز الرحيم. തീർച്ചയായും നിന്റെ നാഥൻ ഏറെ പ്രതാപിയും പരമകാരുണികനുമാണ്. واتل عليهم نبأ إبراهيم. ഇബ്രാഹീമിന്റെ കഥ ഇവർക്ക് ഓതി കേൾപ്പിക്കുക. إذ قال لأبيه وقومه ما تعبدون. അദ്ദേഹം തന്റെ പിതാവിനോടും ജനതയോടും ചോദിച്ച സന്ദർഭം, നിങ്ങൾ എന്തിനെയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത്? قالوا نعبد أصناما فنظل لها عاكفين. അവർ പറഞ്ഞു, ഞങ്ങൾ ചില വിഗ്രഹങ്ങളെ പൂജിക്കുന്നു, അവയ്ക്ക് ഭജനമിരിക്കുകയും ചെയ്യുന്നു. قال هل يسمعونكم إذ تدعون. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവയത് കേൾക്കുമോ? أو ينفعونكم أو يضرون. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവ വല്ല ഉപകാരമോ ഉപദ്രവമോ വരുത്തുമോ? قالوا بل وجدنا آباءنا كذلك يفعلون. അവർ പറഞ്ഞു, ഇല്ല, എന്നാൽ ഞങ്ങളുടെ പിതാക്കൾ അങ്ങനെ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون. അദ്ദേഹം ചോദിച്ചു, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കളും പൂജിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെയാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? فإنهم عدو لي إلا رب العالمين. അറിയുക, അവരൊക്കെയും എന്റെ എതിരാളികളാണ്, പ്രപഞ്ചനാഥനൊഴികെ. الذي خلقني فهو يهدين. എന്നെ സൃഷ്ടിച്ചവനാണവൻ, എന്നെ നേർവഴിയിലാക്കുന്നതും അവൻ തന്നെ. والذي هو يطعمني ويسقين. എനിക്ക് അന്നം നൽകുന്നതും കുടിനീർ തരുന്നതും അവനാണ്. وإذا مرضت فهو يشفين. രോഗം ബാധിച്ചാൽ സുഖപ്പെടുത്തുന്നതും അവൻ തന്നെ. والذي يميتني ثم يحيين. എന്നെ മരിപ്പിക്കുന്നതും പിന്നെ ജീവിപ്പിക്കുന്നതും അവനാണ്. والذي أطمع أن يغفر لي خطيئتي يوم الدين. പ്രതിഫല നാളിൽ എന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് ഞാൻ പ്രതീക്ഷയർപ്പിക്കുന്നത് അവനിലാണ്. رب هب لي حكما وألحقني بالصالحين. എന്റെ നാഥ,
എനിക്ക് നീ യുക്തിജ്ഞാനം നൽകണമേ, എന്നെ നീ സജ്ജനങ്ങളിൽ പെടുത്തേണമേ. واجعل لي لسان صدق في الآخرين പിന്മുറക്കാരിൽ എനിക്ക് നീ സൽപ്പേരുണ്ടാക്കേണമേ. واجعلني من ورثة جنة النعيم എന്നെ നീ അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തേണമേ. واغفر لأبي إنه كان من الضالين എന്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണമേ, സംശയമില്ല അദ്ദേഹം വഴിപിഴച്ചവൻ തന്നെ. ولا تخزني يوم يبعثون ജനം ഉയിർത്തെഴുന്നേൽക്കുന്ന നാളിൽ നീ എന്നെ അപമാനിതനാക്കരുതേ. يوم لا ينفع مال ولا بنون സമ്പത്തോ സന്താനങ്ങളോ ഒട്ടും ഉപകരിക്കാത്ത ദിനമാണത്. إلا من أتى الله بقلب سليم കുറ്റമറ്റ മനസ്സുമായി അള്ളാഹുവിന്റെ സന്നിധിയിൽ ചെന്നെത്തിയവർക്കൊഴികെ. وأزلفت الجنة للمتقين സൂക്ഷ്മത പുലർത്തുന്നവർക്ക് അന്ന് സ്വർഗം വളരെ അടുത്തായിരിക്കും. وبرزت الجحيم للغاوين വഴിപിഴച്ചവരുടെ മുന്നിൽ നരകം വെളിപ്പെടുത്തുകയും ചെയ്യും. وقيل لهم أين ما كنتم تعبدون من دون الله هل ينصرونكم أو ينتصرون അന്ന് അവരോട് ചോദിക്കും, അള്ളാഹുവെ വിട്ട് നിങ്ങൾ പൂജിച്ചിരുന്നവയെല്ലാം എവിടെ പോയി? അവ നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? എന്നല്ല, അവയ്ക്ക് സ്വയം രക്ഷപ്പെടാനെങ്കിലും കഴിയുന്നുണ്ടോ? فكبكبوا فيها هم والغاوون അങ്ങനെ ആ ദുർമാർഗികളെയും അവരുടെ ആരാധ്യരെയും അതിൽ മുഖം കുത്തി വീഴ്ത്തും. وجنود إبليس أجمعون ഇബ്ലീസിന്റെ മുഴുവൻ പടയേയും. قالوا وهم فيها يختصمون അവിടെ അവരന്യോന്യം ഷണ്ഠ കൂടിക്കൊണ്ടിരിക്കും. അന്നേരം ആ ദുർമാർഗികൾ പറയും, تالله إن كنا لفي ضلال مبين അല്ലാഹുവാണ് സത്യം, ഞങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. إذ نسويكم برب العالمين ഞങ്ങൾ നിങ്ങളെ പ്രപഞ്ചനാഥന് തുല്യരാക്കിയപ്പോൾ وما أضلنا إلا المجرمون ഞങ്ങളെ വഴിതെറ്റിച്ചത് ആ കുറ്റവാളികളല്ലാതാരുമല്ല. فما لنا من شافعين ഇപ്പോൾ ഞങ്ങൾക്ക് ശുപാർശകരായി ആരുമില്ല. ولا صديق حميم ഉറ്റമിത്രവുമില്ല. فلو أن لنا كرة فنكون من المؤمنين അതിനാൽ ഞങ്ങൾക്കൊന്ന് തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ ഉറപ്പായും ഞങ്ങൾ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുമായിരുന്നു. إن في ذلك لآية وما كان أكثرهم مؤمنين തീർച്ചയായും ഇതിൽ ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, എന്നിട്ടും അവരിലേറെ പേരും വിശ്വസിക്കുന്നവരായില്ല. وإن ربك لهو العزيز الرحيم തീർച്ചയായും നിന്റെ നാഥൻ തന്നെയാണ് പ്രതാപിയും പരമകാരുണികനും. كذبت قوم نوح المرسلين നൂഹിന്റെ ജനത ദൈവദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. إذ قال لهم أخوهم نوح ألا تتقون അവരുടെ സഹോദരൻ നൂഹ് അവരോടിങ്ങനെ പറഞ്ഞ സന്ദർഭം, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? إني لكم رسول أمين സംശയം വേണ്ട, ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ ദൈവദൂതനാണ്. فاتقوا الله وأطيعون അതിനാൽ അള്ളാഹുവെ സൂക്ഷിക്കുക,
എന്നെ അനുസരിക്കുക. وما أسألكم عليه من أجر إن أجري إلا على رب العالمين. ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം പ്രപഞ്ചനാഥന്റെ വശമാണുള്ളത്. فاتقوا الله وأطيعون. അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. قالوا أنؤمن لك واتبعك الأرذلون. അവർ പറഞ്ഞു, നിന്നെ പിൻപറ്റിയവരൊക്കെ താണവിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ, പിന്നെ ഞങ്ങൾക്കെങ്ങനെ നിന്നിൽ വിശ്വസിക്കാനാകും? قال وما علمي بما كانوا يعملون. അദ്ദേഹം പറഞ്ഞു, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി എനിക്കെന്തറിയാം? إن حسابهم إلا على ربي لو تشعرون. അവരുടെ വിചാരണ എന്റെ നാഥന്റെ മാത്രം ചുമതലയത്രേ. നിങ്ങൾ ബോധമുള്ളവരെങ്കിൽ അതോർക്കുക. وما أنا بطارد المؤمنين. സത്യവിശ്വാസികളെ ഞാൻ എന്തായാലും ആട്ടിയകറ്റുകയില്ല. إن أنا إلا نذير مبين. ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. قالوا لئن لم تنته يا نوح لتكونن من المرجومين. അവർ പറഞ്ഞു, നൂഹേ, നീ ഇത് നിർത്തുന്നില്ലെങ്കിൽ നിശ്ചയമായും നിന്നെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും. قال رب إن قومي كذبون. നൂഹ് പറഞ്ഞു, എന്റെ നാഥ, തീർച്ചയായും എന്റെ ജനത എന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. فافتح بيني وبينهم فتحا ونجني ومن معي من المؤمنين. അതിനാൽ എനിക്കും അവർക്കുമിടയിൽ നീയൊരു നിർണായക തീരുമാനമെടുക്കണമേ. എന്നെയും എന്റെ കൂടെയുള്ള സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തണമേ. فأنجيناه ومن معه في الفلك المشحون. അപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും തിങ്ങി നിറഞ്ഞ ഒരു കപ്പലിൽ നാം രക്ഷപ്പെടുത്തി. ثم أغرقنا بعد الباقين. പിന്നെ അതിനുശേഷം ബാക്കിയുള്ളവരെയൊക്കെ വെള്ളത്തിൽ മുക്കിത്താഴ്ത്തി. إن في ذلك لآية وما كان أكثرهم مؤمنين. തീർച്ചയായും ജനങ്ങൾക്കതിൽ ദൃഷ്ടാന്തമുണ്ട്, എന്നിട്ടും അവരിലേറെ പേരും വിശ്വസിക്കുന്നവരായില്ല. وإن ربك لهو العزيز الرحيم. നിശ്ചയം നിന്റെ നാഥൻ തന്നെയാണ് പ്രതാപവാനും പരമകാരുണികനും. كذبت عاد المرسلين. ആദ് സമുദായം ദേവദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. إذ قال لهم أخوهم هود ألا تتقون. അവരുടെ സഹോദരൻ ഹൂദ് അവരോട് പറഞ്ഞതോർക്കുക, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവുന്നില്ലേ? إني لكم رسول أمين. തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കുള്ള വിശ്വസ്തനായ ദേവദൂതനാണ്. فاتقوا الله وأطيعون. അതിനാൽ നിങ്ങൾ അല്ലാഹുവോട് ഭക്തി പുലർത്തുക, എന്നെ അനുസരിക്കുക. وما أسألكم عليه من أجر إن أجري إلا على رب العالمين. ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം പ്രപഞ്ചനാഥന്റെ വശമാണുള്ളത്. أتبنون بكل ريع آية تعبثون. വെറുതെ പൊങ്ങച്ചം കാട്ടാനായി നിങ്ങൾ എല്ലാ കുന്നിൻ മുകളിലും സ്മാരക സൗധങ്ങൾ കെട്ടിപ്പൊക്കുകയാണോ? وتتخذون مصانع لعلكم تخلدون. നിങ്ങൾക്ക് എക്കാലവും പാർക്കാനെന്ന പോലെ പടുകൂറ്റൻ കെട്ടിടങ്ങൾ പടുത്തുയർത്തുകയാണോ? وإذا بطشتم بطشتم جبارين. നിങ്ങൾ ആരെയെങ്കിലും പിടികൂടിയാൽ വളരെ ക്രൂരമായാണ് ബലപ്രയോഗം നടത്തുന്നത്. فاتقوا الله وأطيعون. അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക,
എന്നെ അനുസരിക്കുക. واتقوا الذي أمدكم بما تعلمون. അല്ലാഹു നിങ്ങളെ സഹായിച്ചതെങ്ങനെയെല്ലാമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. അതിനാൽ നിങ്ങൾ അവനെ സൂക്ഷിക്കൂ. أمدكم بأنعام وبنين. കന്നുകാലികളെയും മക്കളെയും നൽകി അവൻ നിങ്ങളെ സഹായിച്ചു. وجنات وعيون. തോട്ടങ്ങളും അരുവികളും തന്നു. إني أخاف عليكم عذاب يوم عظيم. ഭയങ്കരമായ ഒരു നാളിലെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. قالوا سواء علينا أوعظت أم لم تكن من الواعظين. അവർ പറഞ്ഞു, നീ ഉപദേശിക്കുന്നതും ഉപദേശിക്കാതിരിക്കുന്നതും ഞങ്ങൾക്ക് ഒരേപോലെയാണ്. إن هذا إلا خلق الأولين. ഞങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ പൂർവികരുടെ പതിവിൽപ്പെട്ടതാണ്. وما نحن بمعذبين. ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല. فكذبوه فأهلكناهم إن في ذلك لآية وما كان أكثرهم مؤمنين. അങ്ങനെ അവരദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അതിനാൽ നാം അവരെ നശിപ്പിച്ചു. തീർച്ചയായും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ടും അവരിലേറെ പേരും വിശ്വാസികളായില്ല. وإن ربك لهو العزيز الرحيم. നിശ്ചയം നിന്റെ നാഥൻ ഏറെ പ്രതാപിയും പരമദയാലുവുമാണ്. كذبت ثمود المرسلين. സമൂദ് സമുദായം ദേവദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. إذ قال لهم أخوهم صالح ألا تتقون. അവരുടെ സഹോദരൻ സ്വാലിഹ് അവരോട് ചോദിച്ച സന്ദർഭം, നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നില്ലേ? إني لكم رسول أمين. തീർച്ചയായും ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട വിശ്വസ്തനായ ദേവദൂതനാണ്. فاتقوا الله وأطيعون. അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. وما أسألكم عليه من أجر إن أجري إلا على رب العالمين. ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം പ്രപഞ്ചനാഥനിൽ നിന്ന് മാത്രമാണ്. أتتركون فيما هاهنا آمنين. അല്ല, ഇവിടെ ഇക്കാണുന്നതിലൊക്കെ നിർഭയമായി യഥേഷ്ടം വിഹരിക്കാൻ നിങ്ങളെ വിട്ടേക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? في جنات وعيون. അതായത് ഈ തോട്ടങ്ങളിലും അരുവികളിലും وزروع ونخل طلعها هضيم. വയലുകളിലും പാകമായ പഴക്കുലകൾ നിറഞ്ഞ ഈന്തപ്പനത്തോപ്പുകളിലും وتنحتون من الجبال بيوتا فارهين. നിങ്ങൾ ആർഭാടപ്രിയരായി പർവ്വതങ്ങൾ തുരന്ന് വീടുകളുണ്ടാക്കുന്നു. فاتقوا الله وأطيعون. നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. ولا تطيعوا أمر المسرفين. അതിക്രമികളുടെ ആജ്ഞകൾ അനുസരിക്കരുത്. الذين يفسدون في الأرض ولا يصلحون. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണവർ, ഒരുവിധ സംസ്കരണവും വരുത്താത്തവരും. قالوا إنما أنت من المسحرين. അവർ പറഞ്ഞു, നീ മാരണം ബാധിച്ചവൻ തന്നെ. ما أنت إلا بشر مثلنا فأت بآية إن كنت من الصادقين. നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ ആരുമല്ല. അതിനാൽ നീ എന്തെങ്കിലും അടയാളം കൊണ്ടുവരിക, നീ സത്യവാദിയെങ്കിൽ.
قال هذه ناقة لها شرب ولكم شرب يوم معلوم. അദ്ദേഹം പറഞ്ഞു, ഇതാ ഒരൊട്ടകം, നിശ്ചിത ദിവസം അതിന് വെള്ളം കുടിക്കാൻ അവസരമുണ്ട്, നിങ്ങൾക്കും ഒരവസരമുണ്ട്. ولا تمسوها بسوء فيأخذكم عذاب يوم عظيم. നിങ്ങൾ അതിനെ ഒരു നിലയ്ക്കും ദ്രോഹിക്കരുത്, അങ്ങനെ ചെയ്താൽ ഒരു ഭയങ്കര നാളിലെ ശിക്ഷ നിങ്ങളെ പിടികൂടും. فعقروها فأصبحوا نادمين. എന്നാൽ അവരതിനെ കശാപ്പ് ചെയ്തു, അങ്ങനെ അവർ കടുത്ത ദുഃഖത്തിനിരയായി. فأخذهم العذاب إن في ذلك لآية وما كان أكثرهم مؤمنين. അങ്ങനെ മുന്നറിയിപ്പ് നൽകപ്പെട്ട ശിക്ഷ അവരെ പിടികൂടി. തീർച്ചയായും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്, എന്നിട്ടും അവരിലേറെ പേരും വിശ്വാസികളായില്ല. وإن ربك لهو العزيز الرحيم. നിശ്ചയം നിന്റെ നാഥൻ ഏറെ പ്രതാപിയും പരമകാരുണികനുമാണ്. كذبت قوم لوط المرسلين. ലൂത്തിന്റെ ജനത ദേവദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. إذ قال لهم أخوهم لوط ألا تتقون. അവരുടെ സഹോദരൻ ലൂത്ത് അവരോട് ചോദിച്ച സന്ദർഭം, നിങ്ങൾക്ക് ദൈവഭക്തരാവരുതോ? إني لكم رسول أمين. തീർച്ചയായും ഞാൻ നിങ്ങൾക്കുള്ള വിശ്വസ്തനായ ദൈവദൂതനാണ്. فاتقوا الله وأطيعون. അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. وما أسألكم عليه من أجر إن أجري إلا على رب العالمين. ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല, എനിക്കുള്ള പ്രതിഫലം പ്രപഞ്ചനാഥന്റെ വശമാണുള്ളത്. أتأتون الذكران من العالمين. മാലോകരിൽ കാമശമനത്തിനു വേണ്ടി നിങ്ങൾ പുരുഷന്മാരെ സമീപിക്കുകയാണോ? وتذرون ما خلق لكم ربكم من أزواجكم بل أنتم قوم عادون. നിങ്ങളുടെ നാഥൻ നിങ്ങൾക്കായി സൃഷ്ടിച്ചു തന്ന നിങ്ങളുടെ ഇണകളെ ഉപേക്ഷിക്കുകയും നിങ്ങൾ പരിധിവിട്ട ജനം തന്നെ. قالوا لئن لم تنته يا لوط لتكونن من المخرجين. അവർ പറഞ്ഞു, ലൂത്തേ, നീ ഇത് നിർത്തുന്നില്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരിൽ നീയുമുണ്ടാകും. قال إني لعملكم من القالين. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇത്തരം ചെയ്തികളെ വെറുക്കുന്ന കൂട്ടത്തിലാണ്. رب نجني وأهلي مما يعملون. എന്റെ നാഥ, നീ എന്നെയും എന്റെ കുടുംബത്തെയും ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് രക്ഷിക്കണമേ. فنجيناه وأهله أجمعين. അവസാനം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നാം രക്ഷിച്ചു. إلا عجوزا في الغابرين. പിന്തി നിന്ന ഒരു കിഴവിയെ ഒഴികെ. ثم دمرنا الآخرين. പിന്നീട് മറ്റുള്ളവരെ നാം തകർത്തു നാമാവശേഷമാക്കി. وأمطرنا عليهم مطرا فساء مطر المنذرين. അവരുടെ മേൽ നാം ഒരു തരം മഴ വീഴ്ത്തി. താക്കീത് നൽകപ്പെട്ടവർക്ക് കിട്ടിയ ആ മഴ എത്ര ചീത്ത. إن في ذلك لآية وما كان أكثرهم مؤمنين. തീർച്ചയായും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്, എന്നിട്ടും അവരിലേറെ പേരും വിശ്വാസികളായില്ല. وإن ربك لهو العزيز الرحيم. സംശയമില്ല, നിന്റെ നാഥൻ ഏറെ പ്രതാപിയും
പരമദയാലുവും തന്നെ. كذب أصحاب الأيكة المرسلين ഐക്ക നിവാസികൾ ദേവദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. إذ قال لهم شعيب ألا تتقون ശുഐബ് അവരോട് ചോദിച്ച സന്ദർഭം, നിങ്ങൾക്ക് ദൈവഭക്തരാവരുതോ? إني لكم رسول أمين ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായ വിശ്വസ്തനായ ദൈവദൂതനാണ്. فاتقوا الله وأطيعون അതിനാൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. وما أسألكم عليه من أجر إن أجري إلا على رب العالمين ഇതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് ഒരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. എനിക്കുള്ള പ്രതിഫലം പ്രപഞ്ചനാഥന്റെ വശം മാത്രമാണ്. أوفوا الكيل ولا تكونوا من المخسرين നിങ്ങൾ അളവിൽ തികവ് വരുത്തുക, അളവിൽ കുറവ് വരുത്തുന്നവരിൽ പെട്ടുപോകരുത്. وزنوا بالقسطاس المستقيم കൃത്യതയുള്ള തുലാസുകളിൽ തൂക്കുക. ولا تبخسوا الناس أشياءهم ولا تعثوا في الأرض مفسدين ജനങ്ങൾക്ക് അവരുടെ ചരക്കുകളിൽ കുറവ് വരുത്തരുത്, നാട്ടിൽ കുഴപ്പക്കാരായി വിഹരിക്കരുത്. واتقوا الذي خلقكم والجبلة الأولين നിങ്ങളെയും മുൻ തലമുറകളെയും സൃഷ്ടിച്ചവനെ സൂക്ഷിക്കുക. قالوا إنما أنت من المسحرين അവർ പറഞ്ഞു, നീ മാരണം ബാധിച്ച ഒരുത്തൻ മാത്രമാണ്. وما أنت إلا بشر مثلنا وإن نظنك لمن الكاذبين നീ ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതാരുമല്ല, കള്ളം പറയുന്നവനായാണ് നിന്നെ ഞങ്ങൾ കരുതുന്നത്. فأسقط علينا كسفا من السماء إن كنت من الصادقين ആകാശത്തിന്റെ ചില കഷ്ണങ്ങൾ ഞങ്ങൾക്കുമേൽ വീഴ്ത്തുക, നീ സത്യവാദിയെങ്കിൽ. قال ربي أعلم بما تعملون അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി നന്നായി അറിയുന്നവനാണ് എന്റെ നാഥൻ. فكذبوه فأخذهم عذاب يوم الظلة إنه كان عذاب يوم عظيم അങ്ങനെ അവരദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അതിനാൽ കാർമേഘം കുടപിടിച്ച നാളിന്റെ ശിക്ഷ അവരെ പിടികൂടി. ഭയങ്കരമായ ഒരു നാളിന്റെ ശിക്ഷ തന്നെയായിരുന്നു അത്. إن في ذلك لآية وما كان أكثرهم مؤمنين തീർച്ചയായും അതിലൊരു ദൃഷ്ടാന്തമുണ്ട്, എന്നിട്ടും അവരിലേറെ പേരും വിശ്വസിക്കുന്നവരായില്ല. وإن ربك لهو العزيز الرحيم നിശ്ചയം നിന്റെ നാഥൻ ഏറെ പ്രതാപിയും പരമദയാലുവുമാണ്. وإنه لتنزيل رب العالمين തീർച്ചയായും ഇത് പ്രപഞ്ചനാഥനിൽ നിന്ന് അവതരിച്ചു കിട്ടിയതാണ്. نزل به الروح الأمين വിശ്വസ്തനായ ആത്മാവാണ് അതുമായി ഇറങ്ങിയത്. على قلبك لتكون من المنذرين നിന്റെ ഹൃദയത്തിലാണ് ഇതിറക്കിത്തന്നത്, നീ താക്കീത് നൽകുന്നവരിൽ ഉൾപ്പെടാൻ. بلسان عربي مبين തെളിഞ്ഞ അറബി ഭാഷയിലാണിത്. وإنه لفي زبر الأولين പൂർവികരുടെ വേദപുസ്തകങ്ങളിലും ഇതുണ്ട്. أولم يكن لهم آية أن يعلمه علماء بني إسرائيل ഇസ്രായേൽ മക്കളിലെ പണ്ഡിതന്മാർക്ക് അതറിയാം എന്നതുതന്നെ ഇവർക്ക് ഒരു ദൃഷ്ടാന്തമല്ലേ.
ولو نزلناه على بعض الأعجمين നാം ഇത് അനറബികളിൽ ആർക്കെങ്കിലുമാണ് ഇറക്കിക്കൊടുത്തതെന്ന് കരുതുക. فقرأه عليهم ما كانوا به مؤمنين അങ്ങനെ അയാളത് അവരെ വായിച്ചു കേൾപ്പിച്ചുവെന്ന്, എന്നാലും അവരിതിൽ വിശ്വസിക്കുമായിരുന്നില്ല. كذلك سلكناه في قلوب المجرمين അവ്വിധം നാം ഇതിനെ കുറ്റവാളികളുടെ ഹൃദയങ്ങളിൽ കടത്തിവിട്ടിരിക്കുന്നു. لا يؤمنون به حتى يروا العذاب الأليم വേദനയേറിയ ശിക്ഷ കാണും വരെ അവരിതിൽ വിശ്വസിക്കുകയില്ല. فيأتيهم بغتة وهم لا يشعرون അവരറിയാത്ത നേരത്ത് വളരെ പെട്ടെന്നായിരിക്കും അതവരിൽ വന്നെത്തുക. فيقولوا هل نحن منظرون അപ്പോഴവർ പറയും, ഞങ്ങൾക്കൊരിത്തിരി അവധി കിട്ടുമോ? أفبعذابنا يستعجلون എന്നിട്ടും ഇക്കൂട്ടർ നമ്മുടെ ശിക്ഷ കിട്ടാനാണോ ഇത്ര ധൃതി കൂട്ടുന്നത്? أفرأيت إن متعناهم سنين നീ ചിന്തിച്ചു നോക്കിയോ, നാം അവർക്ക് കൊല്ലങ്ങളോളം കഴിയാൻ ആവശ്യമായ സുഖസൗകര്യങ്ങൾ നൽകിയെന്ന് വെക്കുക. ثم جاءهم ما كانوا يوعدون പിന്നീട് അവർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ അവരിൽ വന്നെത്തിയെന്നും ما أغنى عنهم ما كانوا يمتعون എന്നാലും അവർക്ക് സുഖിച്ചു കഴിയാൻ നൽകിയ സൗകര്യം അവർക്കൊട്ടും ഉപകരിക്കുമായിരുന്നില്ല. وما أهلكنا من قرية إلا لها منذرون മുന്നറിയിപ്പുകാരനെ അയച്ചിട്ടല്ലാതെ ഒരു നാടിനെയും നാം നശിപ്പിച്ചിട്ടില്ല. ذكرى وما كنا ظالمين അവരെ ഉദ്ബോധിപ്പിക്കാനാണിത്. നാം ആരോടും ഒട്ടും അക്രമം കാണിക്കുന്നവനല്ല. وما تنزلت به الشياطين ഈ ഖുർആൻ ഇറക്കിക്കൊണ്ടുവന്നത് പിശാചുക്കളല്ല. وما ينبغي لهم وما يستطيعون അതവർക്ക് ചേർന്നതല്ല, അവർക്കതൊട്ടു സാധ്യവുമല്ല. إنهم عن السمع لمعزولون അവരിത് കേൾക്കുന്നതിൽ നിന്ന് പോലും അകറ്റി നിർത്തപ്പെട്ടവരാണ്. فلا تدع مع الله إلها آخر فتكون من المعذبين അതിനാൽ അല്ലാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും നീ വിളിച്ച് പ്രാർത്ഥിക്കരുത്. അങ്ങനെ ചെയ്താൽ നീയും ശിക്ഷാർഹരിൽപ്പെടും. وأنذر عشيرتك الأقربين നീ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക. واخفض جناحك لمن اتبعك من المؤمنين നിന്നെ പിൻപറ്റിയ സത്യവിശ്വാസികൾക്ക് നിന്റെ ചിറക് താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. فإن عصوك فقل إني بريء مما تعملون അഥവാ അവർ നിന്നെ ധിക്കരിക്കുകയാണെങ്കിൽ പറയുക, നിങ്ങൾ ചെയ്യുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. وتوكل على العزيز الرحيم പ്രതാപിയും ദയാപരനുമായ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. الذي يراك حين تقوم നീ നിന്നു പ്രാർത്ഥിക്കുന്നേരത്ത് നിന്നെ കാണുന്നവനാണവൻ. وتقلبك في الساجدين സുജൂദ് ചെയ്യുന്നവരിൽ നിന്റെ ചലനങ്ങൾ കാണുന്നവനും. إنه هو السميع العليم തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. هل أنبئكم على من تنزل الشياطين പിശാചുക്കൾ വന്നിറങ്ങുന്നത് ആരിലാണെന്ന് നാം നിങ്ങളെ അറിയിച്ചു തരട്ടെയോ? تنزل على كل أفاك أثيم തനി നുണയന്മാരും കുറ്റവാളികളുമായ എല്ലാവരിലുമാണ്
പിശാച് വന്നിറങ്ങുന്നത്. يلقون السمع وأكثرهم كاذبون. അവർ പിശാചുക്കളുടെ വാക്കുകൾ കാതോർത്ത് കേൾക്കുന്നു. അവരിലേറെ പേരും കള്ളം പറയുന്നവരാണ്. والشعراء يتبعهم الغاوون. വഴി പിഴച്ചവരാണ് കവികളെ പിൻപറ്റുന്നത്. ألم تر أنهم في كل واد يهيمون. നീ കാണുന്നില്ലേ അവർ സകല താഴ്വരകളിലും അലഞ്ഞു തിരിയുന്നത്. وأنهم يقولون ما لا يفعلون. തങ്ങൾ ചെയ്യാത്തത് പറയുന്നതും. إلا الذين آمنوا وعملوا الصالحات وذكروا الله كثيرا وانتصروا من بعد ما ظلموا وسيعلم الذين ظلموا أي منقلب ينقلبون. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അല്ലാഹുവെ ധാരാളമായി സ്മരിക്കുകയും തങ്ങൾ ആക്രമിക്കപ്പെട്ട ശേഷം അതിനെ നേരിടുക മാത്രം ചെയ്തവരുമൊഴികെ അതിക്രമികൾ അടുത്തുതന്നെ അറിയും തങ്ങൾ മാറിമറിഞ്ഞ് ഏതൊരു അധ്യായം 27 അന്നംല്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 93. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ത്വാസീൻ. തിൽക ആയാതുൽ ഖുർആനി വകിതാബിൻ മുബീൻ. ത്വാസീൻ. ഇത് ഖുർആന്റെയും സുവ്യക്തമായ വേദപുസ്തകത്തിന്റെയും വചനങ്ങളാണ്. ഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് നേർവഴി കാണിക്കുന്നതും ശുഭവാർത്ത അറിയിക്കുന്നതുമാണ്. الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. അവർ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും സകാത്ത് നൽകുന്നവരുമാണ്. പരലോകത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവരും. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി സയ്യന്നാ ലഹും അഅ്മാലഹും ഫഹും യഅ്മഹൂൻ. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് നാം അവരുടെ ചെയ്തികൾ ചേതോഹരമായി തോന്നിപ്പിക്കുന്നു. അങ്ങനെ അവർ വിഭ്രാന്തരായി ഉഴറി നടക്കുന്നു. ഉലൈക അല്ലദീന ലഹും സൂഉൽ അദാബി വഹും ഫിൽ ആഖിറതി ഹുമുൽ അഖ്സറൂൻ. അവർക്കാണ് കൊടിയ ശിക്ഷയുള്ളത്. പരലോകത്ത് അമ്പേ പരാജയപ്പെടുന്നവരും അവർ തന്നെ. വഇന്നക ലതുലഖൽ ഖുർആന മിൻ ലദുൻ ഹകീമിൻ അലീം. നിശ്ചയം യുക്തിജ്ഞനും സർവജ്ഞനുമായവനിൽ നിന്നാണ് നീ ഈ ഖുർആൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ് ഖാല മൂസാ ലിഅഹ്ലിഹി ഇന്നി ആനസ്തു നാറൻ സആതീകും മിൻഹാ ബിഖബറിൻ ഔ ആതീകും ബിശിഹാബിൻ ഖബസിൻ ലഅല്ലകും തസ്തലൂൻ. മൂസ തന്റെ കുടുംബത്തോട് പറഞ്ഞ സന്ദർഭം: തീർച്ചയായും ഞാൻ ഒരു തീ കാണുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് വല്ല വിവരവുമായി വരാം. അല്ലെങ്കിൽ തീനാളം കൊളുത്തി നിങ്ങൾക്കെത്തിച്ചു തരാം. നിങ്ങൾക്ക് തീ കായാമല്ലോ. ഫലമ്മാ ജാഅഹാ നൂദിയ അൻ ബൂരിക മൻ ഫിന്നാരി വമൻ ഹൗലഹാ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ അദ്ദേഹം അതിനടുത്തു ചെന്നു. അപ്പോൾ ഇങ്ങനെയൊരു വിളംബരം കേട്ടു: തീയിലുള്ളവരും അതിന്റെ ചുറ്റുമുള്ളവരും ഏറെ അനുഗ്രഹീതരാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹു എത്ര പരിശുദ്ധൻ! യാ മൂസാ ഇന്നഹു അന
അല്ലാഹുൽ അസീസുൽ ഹകീം. ഓ മൂസ, നിശ്ചയം ഞാൻ അല്ലാഹുവാണ്, പ്രതാപിയും യുക്തിജ്ഞനും. وألق عصاك فلما رآها تهتز كأنها جان ولا مدبرا ولم يعقب يا موسى لا تخف إني لا يخاف لدي المرسلون. നിന്റെ വടി താഴെയിടൂ. അങ്ങനെ അതൊരു പാമ്പിനെപ്പോലെ പുളയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ മൂസ പിന്തിരിഞ്ഞോടി, തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. അല്ലാഹു പറഞ്ഞു, മൂസ, പേടിക്കേണ്ട, എന്റെ അടുത്ത് ദൈവദൂതന്മാർ ഭയപ്പെടാറില്ല. إلا من ظلم ثم بدل حسنا بعد سوء فإني غفور رحيم. അക്രമം പ്രവർത്തിച്ചവരൊഴികെ പിന്നെ തിന്മയ്ക്ക് പിറകെ പകരം നന്മ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഏറെ പൊറുക്കുന്നവനും പരമദയാലുവും തന്നെ. وأدخل يدك في جيبك تخرج بيضاء من غير سوء في 9 آيات إلى فرعون وقومه إنهم كانوا قوما فاسقين. നീ നിന്റെ കൈ കുപ്പായത്തിന്റെ മാറിനുള്ളിൽ തിരികെ വെക്കുക. എന്നാൽ ന്യൂനതയൊട്ടുമില്ലാത്ത വിധം തിളക്കമുള്ളതായി അത് പുറത്തുവരും. ഫിർഔന്റെയും അവന്റെ ജനതയുടെയും അടുക്കലേക്കുള്ള 9 ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണിവ. തീർച്ചയായും അവർ തെമ്മാടികളായ ജനമാണ്. فلما جاءتهم آياتنا مبصرة قالوا هذا سحر مبين. അങ്ങനെ കണ്ണു തുറപ്പിക്കാൻ പോന്ന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വന്നെത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇത് വളരെ പ്രകടമായ ജാലവിദ്യ തന്നെ. وجحدوا بها واستيقنتها أنفسهم ظلما وعلوا فانظر كيف كان عاقبة المفسدين. അവരുടെ മനസ്സുകൾക്ക് ആ ദൃഷ്ടാന്തങ്ങൾ നന്നായി ബോധ്യമായിരുന്നു. എന്നിട്ടും അക്രമവും അഹങ്കാരവും കാരണം അവർ അവയെ തള്ളിപ്പറഞ്ഞു. നോക്കൂ, ആ നാശകാരികളുടെ ഒടുക്കം എവ്വിധമായിരുന്നുവെന്ന്. وَلَقَدْ آتَيْنَا دَاوُودَ وَسُلَيْمَانَ عِلْمًا وَقَالَ الْحَمْدُ لِلَّهِ الَّذِي فَضَّلَنَا عَلَى كَثِيرٍ مِّنْ عِبَادِهِ الْمُؤْمِنِينَ. ദാവൂദിനും സുലൈമാനും നാം ജ്ഞാനം നൽകി. അവരിരുവരും പറഞ്ഞു, വിശ്വാസികളായ തന്റെ ദാസന്മാരിൽ മറ്റു പലരെക്കാളും ഞങ്ങൾക്ക് ശ്രേഷ്ഠത നൽകിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. وَوَرِثَ سُلَيْمَانُ دَاوُودَ وَقَالَ يَا أَيُّهَا النَّاسُ عُلِّمْنَا مَنطِقَ الطَّيْرِ وَأُوتِينَا مِنْ كُلِّ شَيْءٍ إِنَّ هَذَا لَهُوَ الْفَضْلُ الْمُبِينُ. സുലൈമാൻ ദാവൂദിന്റെ അനന്തരാവകാശിയായി. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, പക്ഷികളുടെ ഭാഷ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ആവശ്യമായ എല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. ഇതുതന്നെയാണ് പ്രത്യക്ഷമായ ദിവ്യാനുഗ്രഹം. وحشر لسليمان جنوده من الجن والإنس والطير فهم يوزعون. സുലൈമാനു വേണ്ടി മനുഷ്യരിലെയും ജിന്നുകളിലെയും പക്ഷികളിലെയും തന്റെ സൈന്യങ്ങളെ സംഘടിപ്പിച്ചു. എന്നിട്ടവയെ യഥാവിധി ക്രമീകരിച്ചു. حتى إذا أتوا على واد النمل قالت نملة يا أيها النمل ادخلوا مساكنكم
لا يحطمنكم سليمان وجنوده وهم لا يشعرون. അങ്ങനെ അവരെല്ലാം ഉറുമ്പുകളുടെ താഴ്വരയിലെത്തി. അപ്പോൾ ഒരു ഉറുമ്പ് പറഞ്ഞു, ഹേ ഉറുമ്പുകളെ, നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിൽ പ്രവേശിച്ചുകൊള്ളുക. സുലൈമാനും സൈന്യവും അവരറിയാതെ നിങ്ങളെ ചവിട്ടി തേച്ചു കളയാൻ ഇടവരാതിരിക്കട്ടെ. فتبسم ضاحكا من قولها وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. അതിന്റെ വാക്ക് കേട്ട് സുലൈമാൻ മന്ദഹസിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ നാഥ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നിനക്കിഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും എനിക്ക് നീ അവസരമേകണമേ. നിന്റെ അനുഗ്രഹത്താൽ സച്ചരിതരായ നിന്റെ ദാസന്മാരിൽ എനിക്കും നീ ഇടം നൽകണമേ. وتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين. സുലൈമാൻ പക്ഷികളെ പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെന്തു പറ്റി? ആ മരംകൊത്തിയെ ഞാൻ കാണുന്നില്ലല്ലോ. അത് എവിടെയെങ്കിലും അപ്രത്യക്ഷമായോ? لأعذبنه عذابا شديدا أو لأذبحنه أو ليأتيني بسلطان مبين. അതിന് ഞാൻ കഠിനമായി ശിക്ഷിക്കും, അല്ലെങ്കിൽ അറുത്തുകളയും. അതുമല്ലെങ്കിൽ വ്യക്തമായ വല്ല ന്യായവും അതെനിക്ക് സമർപ്പിക്കണം. فمكث غير بعيد فقال أحطت بما لم تحط به وجئتك من سبأ بنبأ يقين. എന്നാൽ ഏറെ കഴിയും മുമ്പേ അതെത്തിച്ചേർന്നു. അപ്പോൾ അത് പറഞ്ഞു, അങ്ങേക്കറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ സൂക്ഷ്മമായി മനസ്സിലാക്കിയിരിക്കുന്നു. സബയിൽ നിന്ന് ഉറപ്പുള്ള ചില വാർത്തകളുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നി വജദ്തു ഇംറഅതൻ തംലികുഹും വഊതിയത് മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ അദീം. ഞാൻ അവിടെ ഒരു സ്ത്രീയെ കണ്ടു. അവരാണ് അന്നാട്ടുകാരെ ഭരിക്കുന്നത്. അവർക്ക് സകല സൗകര്യങ്ങളും അവിടെയുണ്ട്, ഗംഭീരമായ ഒരു സിംഹാസനവും. وجدتها وقومها يسجدون للشمس من دون الله وزين لهم الشيطان أعمالهم فصدهم عن السبيل فهم لا يهتدون. അവരും അവരുടെ ജനതയും അല്ലാഹുവിനു പുറമെ സൂര്യനെ സുജൂദ് ചെയ്യുന്നതായി ഞാൻ കണ്ടു. പിശാച് അവർക്ക് തങ്ങളുടെ ചെയ്തികളാകെ ചേതോഹരങ്ങളായി തോന്നിപ്പിച്ചിരിക്കുന്നു. അവൻ അവരെ നേർവഴിയിൽ നിന്ന് തടഞ്ഞു. അതിനാൽ അവർ നേർവഴി പ്രാപിക്കുന്നില്ല. അല്ലാ യസ്ജുദൂ ലില്ലാഹി അല്ലദീ യുഖ്രിജുൽ ഖബഅ ഫിസ് സമാവാതി വൽ അർദി വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ. ആകാശഭൂമികളിൽ മറഞ്ഞുകിടക്കുന്നവയെ പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ മറച്ചുവെക്കുന്നതും വെളിപ്പെടുത്തുന്നതുമായ എല്ലാം അറിയുകയും ചെയ്യുന്ന അല്ലാഹുവിന് സുജൂദ് ചെയ്യാതിരിക്കാനാണ് പിശാച് അത് ചെയ്തത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അളീം. അല്ലാഹു, അവനല്ലാതെ ദൈവമില്ല, അതിമഹത്തായ സിംഹാസനത്തിന്റെ അധിപനാണവൻ. ഖാല സനൻദുറു അസദഖത അം കുൻത മിനൽ കാദിബീൻ. സുലൈമാൻ പറഞ്ഞു, നാം ഒന്ന് നോക്കട്ടെ, നീ പറഞ്ഞത് സത്യമാണോ അതല്ല
നീ കള്ളം പറയുന്നവരിൽപ്പെട്ടവനാണോ എന്ന്. اذهب بكتابي هذا فألقه إليهم ثم تول عنهم فانظر ماذا يرجعون. നീ എന്റെ ഈ എഴുത്തു കൊണ്ടുപോയി അവർക്കിട്ടുകൊടുക്കുക. പിന്നെ അവരിൽ നിന്ന് മാറി നിൽക്കുക. എന്നിട്ട് അവരെന്തു മറുപടിയാണ് തരുന്നതെന്ന് നോക്കുക. قالت يا أيها الملأ إني ألقي إلي كتاب كريم. ആ രാജ്ഞി പറഞ്ഞു, അല്ലയോ നേതാക്കളെ, മാന്യമായ ഒരെഴുത്ത് എനിക്കിതാ വന്നെത്തിയിരിക്കുന്നു. ഇന്നഹു മിൻ സുലൈമാന വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് സുലൈമാനിൽ നിന്നുള്ളതാണ്. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നതും. അല്ലാ തഅലൂ അലയ്യ വഅതൂനി മുസ്ലിമീൻ. അതിലുള്ളതിതാണ്, നിങ്ങൾ എനിക്കെതിരെ ധിക്കാരം കാണിക്കരുത്, മുസ്ലിങ്ങളായി എന്റെ അടുത്ത് വരികയും വേണം. قالت يا أيها الملأ أفتوني في أمري ما كنت قاطعة أمرا حتى تشهدون. രാജ്ഞി പറഞ്ഞു, അല്ലയോ നേതാക്കളെ, ഇക്കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ആവശ്യമായ നിർദ്ദേശം തരിക. നിങ്ങളെ കൂടാതെ ഒരു കാര്യവും ഗണ്ഡിതമായി തീരുമാനിക്കുന്നവളല്ലല്ലോ ഞാൻ. قالوا نحن أولو قوة وأولو بأس شديد والأمر إليك فانظري ماذا تأمرين. അവർ പറഞ്ഞു, നാം ഇപ്പോൾ പ്രബലരും പരാക്രമശാലികളുമാണല്ലോ. ഇനി തീരുമാനം അങ്ങയുടേതു തന്നെ. അതിനാൽ എന്ത് കൽപ്പിക്കണമെന്ന് അങ്ങു തന്നെ ആലോചിച്ചു നോക്കുക. قالت إن الملوك إذا دخلوا قرية أفسدوها وجعلوا أعزة أهلها أذلة وكذلك يفعلون. രാജ്ഞി പറഞ്ഞു, രാജാക്കന്മാർ ഒരു നാട്ടിൽ പ്രവേശിച്ചാൽ അവരവിടം നശിപ്പിക്കും, അവിടുത്തുകാരിലെ അന്തസ്സുള്ളവരെ അപമാനിതരാക്കും. അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. وإني مرسلة إليهم بهدية فناظرة بما يرجع المرسلون. ഞാൻ അവർക്ക് ഒരു പാരിതോഷികം കൊടുത്തയക്കട്ടെ, എന്നിട്ട് നമ്മുടെ ദൂതന്മാർ എന്തു മറുപടിയുമായാണ് മടങ്ങി വരുന്നതെന്ന് നോക്കാം. فلما جاء سليمان قال أتمدونني بمال فما آتاني الله خير مما آتاكم بل أنتم بهديتكم تفرحون. അങ്ങനെ അവരുടെ ദൂതൻ സുലൈമാന്റെ അടുത്തു ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെന്നെ സമ്പത്ത് തന്ന് സഹായിച്ചു കളയാമെന്നാണോ കരുതുന്നത്? എന്നാൽ അല്ലാഹു എനിക്ക് തന്നത് നിങ്ങൾക്ക് അവൻ തന്നതിനേക്കാൾ എത്രയോ മികച്ചതാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാരിതോഷികത്തിൽ ഊറ്റം കൊള്ളുകയാണ്. ارجع إليهم فلنأتينهم بجنود لا قبل لهم بها ولنخرجنهم منها أذلة وهم صاغرون. നീ അവരിലേക്ക് തന്നെ തിരിച്ചു പോവുക. നാം പട്ടാളത്തെ കൂട്ടി അവരുടെ അടുത്തെത്തും. തീർച്ച അതിനെ നേരിടാൻ അവർക്കാവില്ല. അവരെ നാം അന്നാട്ടിൽ നിന്ന് അപമാനിതരും നിന്ദ്യരുമാക്കി പുറന്തള്ളും. قال يا
أيها الملأ أيكم يأتيني بعرشها قبل أن يأتوني مسلمين. സുലൈമാൻ പറഞ്ഞു, അല്ലയോ പ്രധാനികളെ, നിങ്ങളിൽ ആര് അവരുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവന്നു തരും? അവർ വിധേയത്വത്തോടെ എന്റെ അടുത്തു വരും മുമ്പേ. قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك وإني عليه لقوي أمين. ജിന്നുകളിലെ ഒരു മഹാമല്ലൻ പറഞ്ഞു, ഞാനത് അങ്ങയ്ക്ക് കൊണ്ടുവന്നു തരാം, അങ്ങ് ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കും മുമ്പേ. സംശയം വേണ്ട, ഞാൻ അതിന് കഴിവുറ്റവനാണ്, വിശ്വസ്തൻ. قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي ليبلوني أأشكر أم أكفر ومن شكر فإنما يشكر لنفسه ومن كفر فإن ربي غني كريم. അപ്പോൾ വേദവിജ്ഞാനം കൈമുതലായുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അങ്ങ് കണ്ണു ചിമ്മി തുറക്കും മുമ്പായി ഞാനതിവിടെ എത്തിക്കാം. അങ്ങനെ അത് തന്റെ അടുത്തു കൊണ്ടുവന്ന് സ്ഥാപിച്ചതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ നാഥന്റെ അനുഗ്രഹഫലമാണ്, എന്നെ പരീക്ഷിക്കാനാണിത്. ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് അറിയാൻ. നന്ദി കാണിക്കുന്നവർ സ്വന്തം നന്മയ്ക്കു വേണ്ടി തന്നെയാണ് നന്ദി കാണിക്കുന്നത്. എന്നാൽ ആരെങ്കിലും നന്ദികേട് കാണിക്കുന്നുവെങ്കിൽ സംശയം വേണ്ട, എന്റെ നാഥൻ അന്യാശ്രയമില്ലാത്തവനാണ്, അത്യുത്കൃഷ്ടനും. قال نكروا لها عرشها ننظر أتهتدي أم تكون من الذين لا يهتدون. സുലൈമാൻ പറഞ്ഞു, നിങ്ങൾ അവളുടെ സിംഹാസനം അവൾക്ക് തിരിച്ചറിയാനാവാത്ത വിധം രൂപമാറ്റം വരുത്തുക. നമുക്ക് നോക്കാമല്ലോ, അവൾ വസ്തുത മനസ്സിലാക്കുമോ അതല്ല നേർവഴി കണ്ടെത്താത്തവരിൽ പെട്ടവളാകുമോ എന്ന്. فلما جاءت قيل أهكذا عرشك قالت كأنه هو وأوتينا العلم من قبلها وكنا مسلمين. അങ്ങനെ രാജ്ഞി വന്നപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ സിംഹാസനം ഇതുപോലെ തന്നെയാണോ? അവർ പറഞ്ഞു, ഇത് അതുപോലെ തന്നെയാണല്ലോ, ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് വിവരം കിട്ടിയിരുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളാവുകയും ചെയ്തിരുന്നു. وصدها ما كانت تعبد من دون الله إنها كانت من قوم كافرين. അല്ലാഹുവെ വിട്ട് അവർ പൂജിച്ചിരുന്ന വസ്തുക്കളാണ് മുസ്ലിമാകുന്നതിൽ നിന്ന് അവരെ തടഞ്ഞിരുന്നത്. തീർച്ചയായും അവർ സത്യനിഷേധികളായ ജനമായിരുന്നു. قيل لها ادخل الصرح فلما رأته حسبته لجة وكشفت عن ساقيها قال إنه صرح ممرد من قوارير قالت رب إني ظلمت نفسي وأسلمت مع سليمان لله رب العالمين. അവളോട് പറഞ്ഞു, കൊട്ടാരത്തിൽ പ്രവേശിക്കുക. എന്നാൽ അവൾ അത് കണ്ടപ്പോൾ തെളിനീർ തടാകമാണെന്ന് തോന്നി. തന്റെ കണങ്കാലിൽ നിന്ന് പുടവ പൊക്കുകയും ചെയ്തു. സുലൈമാൻ പറഞ്ഞു, ഇത് തിളങ്ങുന്ന സ്ഫടിക കൊട്ടാരമാണ്. അവൾ പറഞ്ഞു, എന്റെ നാഥ, ഞാൻ എന്നോട് തന്നെ അന്യായം ചെയ്തിരിക്കുന്നു. ഞാനിതാ സുലൈമാനോടൊപ്പം പ്രപഞ്ചനാഥനായ അല്ലാഹുവിന് പൂർണ്ണമായും വിധേയയായിരിക്കുന്നു. وَلَقَدْ أَرْسَلْنَا
إلى ثمود أخاهم صالحا أن اعبدوا الله فإذا هم فريقان يختصمون. സമൂദ് സമുദായത്തിലേക്ക് നാം അവരുടെ സഹോദരൻ സ്വാലിഹിനെ അയച്ചു. നിങ്ങൾ അല്ലാഹുവിനു മാത്രം വഴിപ്പെടുക എന്നതായിരുന്നു അദ്ദേഹത്തിലൂടെ നൽകിയ സന്ദേശം. അതോടെ അവർ പരസ്പരം കയർക്കുന്ന രണ്ട് കക്ഷികളായി പിരിഞ്ഞു. قال يا قوم لم تستعجلون بالسيئة قبل الحسنة لولا تستغفرون الله لعلكم ترحمون. സ്വാലിഹ് പറഞ്ഞു, എന്റെ ജനമേ, നിങ്ങൾ എന്തിന് നന്മയ്ക്ക് മുമ്പേ തിന്മയ്ക്ക് വേണ്ടി തിടുക്കം കൂട്ടുന്നു? നിങ്ങൾക്ക് അല്ലാഹുവോട് മാപ്പിരന്നുകൂടെ? അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കാരുണ്യം കിട്ടിയേക്കാം. قالوا طيرنا بك وبمن معك قال طائركم عند الله بل أنتم قوم تفتنون. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെയും നിന്നോടൊപ്പമുള്ളവരെയും ദുശ്ശകുനമായാണ് കാണുന്നത്. സ്വാലിഹ് പറഞ്ഞു, നിങ്ങളുടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ അല്ലാഹുവിന്റെ അടുത്താണ്. പക്ഷേ നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനതയാണ്. وكان في المدينة 9 رهط يفسدون في الأرض ولا يصلحون. ആ പട്ടണത്തിൽ 9 പേരുണ്ടായിരുന്നു. അവർ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരായിരുന്നു, സംസ്കരണം നിർവഹിക്കാത്തവരും. قالوا تقاسموا بالله لنبيتنه وأهله ثم لنقولن لوليه ما شهدنا مهلك أهله وإنا لصادقون. അവരന്യോന്യം പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ പേരിൽ സത്യം ചെയ്യുക, സ്വാലിഹിനെയും കുടുംബത്തെയും നാം രാത്രി കൊന്നുകളയുമെന്ന്. എന്നിട്ട് അവന്റെ അവകാശിയോട് തന്റെ ആൾക്കാരുടെ നാശത്തിന് ഞങ്ങൾ സാക്ഷികളായിട്ടില്ലെന്ന് ബോധിപ്പിക്കണം. തീർച്ചയായും ഞങ്ങൾ സത്യം പറയുന്നവരാണെന്ന്. ومكروا مكرا ومكرنا مكرا وهم لا يشعرون. അവർ ഒരു തന്ത്രം പ്രയോഗിച്ചു, നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു, അവരതറിയുന്നുണ്ടായിരുന്നില്ല. فانظر كيف كان عاقبة مكرهم أنا دمرناهم وقومهم أجمعين. നോക്കൂ, അവരുടെ തന്ത്രത്തിന്റെ ഒടുക്കം എവ്വിധമായിരുന്നുവെന്ന്. സംശയമില്ല, അവരെയും അവരുടെ ജനതയെയും ഒന്നാകെ നാം നശിപ്പിച്ച് നാമാവശേഷമാക്കി. فتلك بيوتهم خاوية بما ظلموا إن في ذلك لآية لقوم يعلمون. അവരുടെ വീടുകളതാ തകർന്ന് വിജനമായി കിടക്കുന്നു. അവർ അതിക്രമം പ്രവർത്തിച്ചതിനാലാണത്. ഉറപ്പായും അതിൽ കാര്യം മനസ്സിലാക്കുന്ന ജനത്തിന് ദൃഷ്ടാന്തമുണ്ട്. وأنجينا الذين آمنوا وكانوا يتقون. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവരെ നാം രക്ഷപ്പെടുത്തി. ولوطا إذ قال لقومه أتأتون الفاحشة وأنتم تبصرون. ലൂത്തിനെയും നാം നിയോഗിച്ചു. അദ്ദേഹം തന്റെ ജനതയോട് ചോദിച്ച സന്ദർഭം, നിങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടു തന്നെ വഷളത്വം പ്രവർത്തിക്കുകയാണോ? أئنكم لتأتون الرجال شهوة من دون النساء بل أنتم قوم تجهلون. നിങ്ങൾ സ്ത്രീകളെ വെടിഞ്ഞ് വികാരശമനത്തിന് പുരുഷന്മാരെ സമീപിക്കുകയാണോ? അല്ല, നിങ്ങൾ തീർത്തും അവിവേകികളായ ജനത തന്നെ.